സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസ് പതാക ഉയർത്തി CPM. എറണാകുളം ഏലൂർ പുത്തലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. തെറ്റ് മനസ്സിലാക്കി 10 മിനിറ്റിനുള്ളിൽ കൊടി അഴിച്ചുമാറ്റി പതാക ഉയർത്തുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. ഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ തബ ശുഭ നാമേ ജാഗേ तब शुभ आशीष मागे काहे तब जय गादा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे जनगण मन अधिना. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂരിലേക്ക് പോവുകയാണ്. അരുൺ, ഇതെന്താണ് സംഭവം? അമളി പല രീതിയിൽ പറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അതിന് പകരമായി കോൺഗ്രസ് പതാക ഉയർത്തുന്നു CPM. വല്ലാത്തൊരു അമളി തന്നെയാണ് അരുൺ. സമൂഹമാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾ നേരിട്ട ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ ദിവസമാണ് സ്വാതന്ത്ര്യദിനത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സ്വാതന്ത്ര്യ ദിന ആഘോഷം നടന്നത്. ഏലൂർ പുത്തലത്തായിരുന്നു സംഭവം. അതായത് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് പകരമാണ് ഇവിടെ കോൺഗ്രസ് പതാക ഉയർത്തിയിരിക്കുന്നത്. അത് CPM-ന് നേതൃത്വത്തിൽ നടത്തിയ ആഘോഷങ്ങൾ തന്നെയായിരുന്നു ഇത്. ദേശീയ ഗാനം പാടി പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തി. ഇതിനുശേഷമാണ് ഈ അമളി. ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസ് പതാകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പതാക തിരിച്ച് താഴേക്ക് ഇറക്കിയതിന് ശേഷം വീണ്ടും ദേശീയ പതാക ഉയർത്തുകയായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വൈറലാക്കുകയും ചെയ്തു. ഇതോടെയാണ് വലിയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ പരിഹാസങ്ങൾക്കും ഒക്കെ തന്നെ CPM ഇരയായത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ CPM നൽകുന്ന ഒരു വിശദീകരണം പ്രാദേശിക നേതാക്കൾക്ക് അബദ്ധം പറ്റിയത് ആണ് എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് നിലവിൽ CPM നൽകുന്നത് ആണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹി, സ്വാതന്ത്ര്യ ദിനത്തിലാണ് ദേശീയ പതാകയ്ക്ക് പകരം കോൺഗ്രസ് പതാക CPM ഉയർത്തിയത്. എറണാകുളം ഏലൂർ പുത്തലത്താണ് ഈ സംഭവം നടന്നത്. എന്തായാലും അമളി പറ്റിയെന്ന് മനസ്സിലാക്കിയതോടുകൂടി 10 മിനിറ്റിനുള്ളിൽ തന്നെ കൊടി അഴിച്ച് മാറ്റിയിട്ടുണ്ട്. പതാക ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് ജനം ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടത്. അരുൺ കൊടുങ്ങൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.